ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. അറിവിന്റെയും ആവിഷ്കാരത്തിന്റെയും കാലാതീതമായ ഉറവിടമാണ് സംസ്കൃതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക സംസ്കൃത ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് ഇതുവരെ 34 കോടിയിലധികം രൂപയുടെ വരുമാനം നേടിയതായി കേന്ദ്ര സർക്കാർ. പട്ടികവർഗ വികസന വകുപ്പ് സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി സംരക്ഷണം ഉറപ്പാക്കാൻ പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ആലപ്പുഴ കീച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെ അപകടമുണ്ടായ സംഭവത്തിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലപ്പുറം ആദവനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചിക്കൻ പോക്സ് വ്യാപനം, സ്കൂൾ ഭാഗികമായി അടച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക സംസ്കൃത ദിനം. പുരാതന ഇന്ത്യൻ ഭാഷയായ സംസ്കൃതത്തിന്റെ പുനരുജ്ജീവനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക സംസ്കൃത ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. സംസ്കൃതം അറിവിന്റെയും ആവിഷ്കാരത്തിന്റെയും കാലാതീതമായ ഉറവിടമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് ഇതുവരെ 34 കോടിയിലധികം രൂപയുടെ വരുമാനം നേടിയതായി കേന്ദ്ര സർക്കാർ. അധിക ചെലവുകളില്ലാതെ നിലവിലെ ആഭ്യന്തര സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ആകാശവാണി പരിപാടി നിർമ്മിക്കുന്നതെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L. മുരുകൻ രാജ്യസഭയിൽ അറിയിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മന്ത്രി OR കേളു അധ്യക്ഷനാകും. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി പുതുതായി ആരംഭിക്കുന്ന സ്മാർട്ട് പഠനമുറി പദ്ധതിയുടെ പ്രഖ്യാപനവും ഉന്നതികളിലെ ദുരന്ത നിവാരണ മാർഗരേഖ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വിദേശ പഠനത്തിനുള്ള ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് ഓഫർ ലെറ്റർ മന്ത്രി KN ബാലഗോപാൽ കൈമാറും. 100% വിജയം നേടിയ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കുള്ള ട്രോഫി മന്ത്രി GR അനിൽ വിതരണം ചെയ്യും. ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി സംരക്ഷണം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. സുരക്ഷാ മിത്രം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾ കുറയ്ക്കാനും അത്തരം സംഭവങ്ങൾ ചെറുക്കാനും സാധിക്കുമെന്ന് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. കുട്ടികൾക്ക് സുരക്ഷിതമായി പരാതികൾ അറിയിക്കാൻ എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും. ആഴ്ചയിലൊരിക്കൽ ഹെൽപ്പ് ബോക്സ് തുറന്ന് റിപ്പോർട്ടുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്ന രീതിയിലായിരിക്കും ക്രമീകരണമെന്നും മന്ത്രി പറഞ്ഞു. നൂറനാട് രണ്ടാനമ്മയുടെയും അച്ഛന്റെയും പീഡനമേറ്റ കുട്ടിയെ മന്ത്രി സന്ദർശിച്ചു. ആലപ്പുഴ കീച്ചേരിക്കടവ് പാലം തകർന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും മന്ത്രി നിർദ്ദേശം നൽകി. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതായും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മലപ്പുറം ജില്ലയിലെ തിരൂർ ആദവനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ചിക്കൻ പോക്സ് ബാധിച്ചതിനെ തുടർന്ന് സ്കൂൾ ഭാഗികമായി അടച്ചു. LP, UP വിഭാഗങ്ങൾ ഒരാഴ്ചത്തേക്ക് അടച്ചു. സ്കൂളിലെ 57 കുട്ടികൾക്കാണ് ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചത്. ഹൈസ്കൂൾ ക്ലാസുകൾ ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്നും നാളെയും തുറന്ന് പ്രവർത്തിക്കും. കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടിയിട്ടുണ്ട്. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30 പ്രസിദ്ധീകരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും പരാതിയോ അപ്പീലോ നൽകിയിരുന്നില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പുതുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി 2024 ജനുവരി 22 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U. കേൽക്കർ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന CPIM സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം. അതേസമയം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുറത്തിറക്കിയ വോട്ടർ പട്ടികയിലെയും വാർഡ് വിഭജനത്തിലെയും പിഴവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അറിയിച്ചു. ആലപ്പുഴ കായംകുളം നൂറനാട്ടിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിൽ അച്ഛനും രണ്ടാനമ്മയും പിടിയിൽ. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അച്ഛനെ 1ാം പ്രതിയാക്കിയും രണ്ടാനമ്മയെ 2ാം പ്രതിയാക്കിയുമാണ് പോലീസ് കേസെടുത്തിയിരിക്കുന്നത്. കുട്ടിക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു.
79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക ഹർ ഘർ സ്വച്ഛത ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് 15 വരെയാണ് പരിപാടി. പരിപാടിയുടെ ഭാഗമായി തിരങ്ക ഘോഷയാത്രകൾ, ശുചിത്വ റാലികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി നഗരസഭയിൽ നടന്ന ക്യാമ്പയിൻ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ 30 അമൃത് സരോവർ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനം. കാലാവസ്ഥ, ജലലഭ്യത എന്നിവയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികൾ, പത്മ അവാർഡ് ജേതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ DSC സെന്റർ വയനാട് ചൂരൽമലയിലേക്ക് സംഘടിപ്പിച്ച സൈക്കിൾ റാലി കം സ്പർശ് ഔട്ട്റീച്ച് പ്രോഗ്രാം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി കോഴിക്കോട് മലപ്പുറം വഴി ചൂരൽമലയിൽ ഈ മാസം 14 എത്തിച്ചേരും. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാരുതി പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൂചികയുടെ ഭാഗമായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം ആദ്യമായി പ്രസിദ്ധീകരിച്ച റാങ്കിങ്ങിൽ ഒളവണ്ണ A ഗ്രേഡ് നേടിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി ക്ഷണം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ശ്രീമതി P. ശാരുതി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പഞ്ചായത്ത് നിലവിൽ വന്നത് മുതൽ ഇങ്ങോട്ട് ഓരോ ഭരണസമിതിയുടെയും കൃത്യമായ ഇടപെടലിന്റെ തുടർച്ച കൂടിയാണ് ഈ ഒരു ഭരണസമിതി പദ്ധതികളുടെ രൂപത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സന്നദ്ധ പ്രവർത്തകരുൾപ്പെടെയുള്ള മുഴുവൻ പ്രവർത്തകരുടെയും എല്ലാ രീതിയിലുമുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇന്ന് തദ്ദേശീയ ജനതയ്ക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ലോകത്തെ 90 രാജ്യങ്ങളിലായി 47.6 കോടിയിലധികം വരുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം നടത്തുന്നത്. തദ്ദേശീയ ജനങ്ങളും നിർമ്മിത ബുദ്ധിയും, അവകാശങ്ങൾ സംരക്ഷിക്കൽ, ഭാവി രൂപപ്പെടുത്തൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കേരളത്തിൽ തദ്ദേശ ഗോത്ര വിഭാഗങ്ങൾ അധിവസിക്കുന്ന ഉന്നതികൾ കൂടുതലായുള്ള വയനാട് ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവജാലങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചു കഴിയുന്ന പുറലോകത്തിന്റെ കാപട്യമോ കൃത്യമത്യതയോ ഇല്ലാത്ത കൂട്ടരാണ് ഉന്നതി നിവാസികൾ. ലോകത്തെ ജനസംഖ്യയുടെ 6.2% തദ്ദേശീയ ഗോത്ര വിഭാഗങ്ങളുണ്ട്. എന്നാൽ യുദ്ധങ്ങളും പകർച്ചവ്യാധികളും കുടിയൊഴിപ്പിക്കലുകളും ലോകത്ത് ഉന്നതിവാസികളുടെ ജനസംഖ്യയിൽ ഗണ്യമായി കുറവ് വരുന്നുണ്ട്. ഇവരുടെ സാമൂഹികവും പുരോഗമനപരവുമായ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതിനാണ് ഓഗസ്റ്റ് 9 തദ്ദേശീയ ജനതയുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നതായി കണ്ടെത്തൽ. ജില്ലയിലെ രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. നിലമ്പൂർ, പെരിന്തൽമണ്ണ, മലപ്പുറം, മഞ്ചേരി, കുറ്റിപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസുകളിലായിരുന്നു പരിശോധന. 6 മാസം പ്രായമായ കുഞ്ഞുങ്ങളുടെ ശരിയായ വളർച്ചയും സമഗ്ര വികാസവും ഉറപ്പാക്കുന്നതിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹാഫ് ബർത്ത്ഡേ എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് തുടക്കമായി. പിറന്നാൾ ആഘോഷത്തിന് സമാനമായ ചടങ്ങുകളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുക. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുലപ്പാൽ മാത്രം നൽകിയുള്ള ആദ്യ 6 മാസത്തിനു ശേഷം കുരുന്നുകൾക്ക് ലഭിക്കേണ്ട പൂരകാഹാരങ്ങളെ സംബന്ധിച്ച് അവബോധം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജനിച്ച എല്ലാ കുട്ടികളെയും 6 മാസം തികയുമ്പോൾ ആസ്പത്രിയിലേക്ക് ക്ഷണിച്ച് ശിശുരോഗ വിദഗ്ധർ പരിശോധന നടത്തും. വളർച്ച ശരിയാം രീതിയിലാണോ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കും. രക്ഷകർത്താക്കളുടെ സംശയങ്ങൾക്ക് മറുപടിയും ഇവിടെ നിന്ന് ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അറിവിന്റെയും ആവിഷ്കാരത്തിന്റെയും കാലാതീതമായ ഉറവിടമാണ് സംസ്കൃതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക സംസ്കൃത ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് ഇതുവരെ 34 കോടിയിലധികം രൂപയുടെ വരുമാനം നേടിയതായി കേന്ദ്ര സർക്കാർ.
പട്ടികവർഗ വികസന വകുപ്പ് സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി സംരക്ഷണം ഉറപ്പാക്കാൻ പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ആലപ്പുഴ കീച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെ അപകടമുണ്ടായ സംഭവത്തിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മലപ്പുറം ആദവനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചിക്കൻ പോക്സ് വ്യാപനം, സ്കൂൾ ഭാഗികമായി അടച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.